അങ്ങനെ നിന്റെ രണ്ടാമത്തെ ഡ്രീം സക്സസ് ആയി ഗൈസ്. നിങ്ങൾക്ക് അറിയോന്ന് എനിക്കറിയില്ല. മൂക്കുത്തുന്നില്ല എൻ്റെ 5ാം ക്ലാസ് മുതലല്ല ആഗ്രഹമായിരുന്നു. അതിന്റെ ഇൻഫ്ലുവൻസർ ആരാന്ന് ചോദിച്ചാലോ, ഞങ്ങൾ അംഗൻവാടി ടീച്ചർ തന്നെ. അല്ലാതെ ആരാ? ആളിച്ചിട്ട് ബ്ലാക്ക് ആയിരുന്നെങ്കിലും ആളെ മൂക്കുത്ത് ചെയ്യുന്ന ആളുടെ ബ്യൂട്ടി മാർക്ക് അത് കണ്ട അന്ന് തന്നെ ഞാൻ വിചാരിച്ചായിരുന്നു എനിക്കും മൂക്കുത്ത്. എൻ്റെ അടങ്ങാത്ത ആഗ്രഹം കണ്ട് എൻ്റെ എപ്പിയും കാക്കും എനിക്ക് സ്റ്റിക്കർ മൂക്കുത്തി വാങ്ങി തന്ന് പറ്റിക്കുമായിരുന്നു. അന്ന് ഞാനൊരു മൊയന്തായോണ്ട് അതും കുത്തി വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് അന്തം വെച്ചു. ഞാനൊരു ഓളത്തിലാണ് ചോദിച്ചു ഞാൻ മൂക്കുത്തട്ടെ. ആള് പറഞ്ഞു കുത്തിക്കോന്ന്. അപ്പൊ തന്നെ മാറ്റിപ്പോയി, കുത്തലും കഴിഞ്ഞു. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പറയും കുത്തണ്ടാന്ന്. അതിന് മുന്നേ നമ്മൾ കാര്യങ്ങളൊക്കെ നടത്തണം. നോട്ട് പോയിന്റ്. അങ്ങനെ 15 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞാനും കുത്തി. നിങ്ങൾ ചെറുക്കുണ്ടാവും വണ്ടി എടുക്കാൻ വന്നിട്ട് ഇപ്പോൾ മൂക്കുത്തിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയാണോ? ഇന്ന് അങ്ങനല്ല. അതേപോലത്തെ എൻ്റെ ഡ്രീം ആയിരുന്നു ഇന്ന് നടന്നത്. വണ്ടി എടുക്കുന്ന കാക്കു പറഞ്ഞപ്പത്തിന് ഞാൻ പറഞ്ഞ കാക്കുനോട് വണ്ടി ഓട്ടിയൊക്കെ പോയിക്കോ, പക്ഷേ ഇതിന്റെ കീ വാങ്ങൽ ഞാൻ വാങ്ങും. പണ്ടെല്ലാവരും ഇങ്ങനെ സ്കൂട്ടി ഓടിച്ച് പോണ കാണുമ്പോൾ ഒരു സൈക്കിൾ പോലും ഓടിച്ചാൽ അറിയില്ലെങ്കിലും ഞാനും കൊതിക്കാറുണ്ടായിരുന്നു. സ്വപ്നം കാണാൻ നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അങ്ങനെ നമ്മളെ പെരുന്തൽമണ്ണ സൂപ്പർ അതിനൊരു വഴി ഒരുക്കി തന്നു. ഓലാണെങ്കിൽ അവിടെ ബലൂണോടൊക്കെ ഡ്രക്കറ്റ് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ കീ വാങ്ങലും പോസ്റ്റിങ്ങോ കഴിഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. കാക്കും കുഞ്ഞുണാപ്പിയും വണ്ടി എടുത്തിട്ട് പോയി. ഞങ്ങൾ അതിന്റെ ബാക്കിൽ പറക്കും തളകിലും നേരെ പോയത് കാക്കുന്റെ ഷോപ്പ്. കൈ കിടക്കണ ഗിഫ്റ്റ് പൊട്ടിക്കാണ്ട് കുഞ്ഞുണാപ്പിക്ക് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അവസാനം അവന്റെ തൊര കൂടിയാണ് പൊട്ടിച്ചു. മോനെ കുഞ്ഞുണാപ്പിന്റെ മനസ്സിൽ ലഡ് പൊട്ടി വലിയൊരു ചോക്ലേറ്റ്. കുഞ്ഞുണാപ്പിനെ കണ്ടപ്പോൾ തള്ളിയോ നീ. കുഞ്ഞുണാപ്പി കുഞ്ഞുണി കൂടി കൂട്ടി ഒക്കെ അകത്താക്കി. ഒറ്റൊന്നും പോലും ഒരാൾക്കും കൊടുത്തില്ല. ഇത് കണ്ടോണ്ടിരുന്ന കുഞ്ഞുണാപ്പിനോട് പറഞ്ഞു, ഇത് സ്കൂട്ടി എടുക്കണേ, ഞാനൊക്കെ വലുതായ താറെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളോട് എന്താ പറയാനില്ലെന്ന് വെച്ചാൽ ആഗ്രഹിക്കൂ ഗൈസ്, ആഗ്രഹിക്കൂ, എന്തെങ്കിലും ഒരു കാര്യം നടക്കും. എന്റെ കുഞ്ഞുണാപ്പിനെ പോലെ ആഗ്രഹിക്കൂ. ഡോണ്ട് ഗീവ് അപ്പ്. അപ്പോൾ ഓക്കെ ബൈ.